പത്തനംതിട്ട അടൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മദ്യം വായിൽ ഒഴിച്ച ശേഷം മർദ്ദിച്ചുവെന്ന് പരാതി. +1 വിദ്യാർത്ഥിയായ സഹോദരനോടുള്ള വൈരാഗ്യത്തിലാണ് കുട്ടിയെ മർദ്ദിച്ചത് എന്നാണ് പിതാവ് പറയുന്നത്. പിതാവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. മോന് ഇതുപോലെ എൻ്റെ മോനെ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അവൻ ഇന്നലെ രാത്രി 9 മണിക്ക് വീടിൻ്റെ സൈഡിലോട്ട് നിന്ന് ഒരു സംഘം കാറിനകത്ത് ആൾക്കാർ വന്നിട്ട് അവൻ്റെ ചേട്ടൻ +1 എൽമണ്ണ സ്കൂളിൽ പഠിക്കുകയാണ്. അവൻ്റെ അനിയനാണെന്നൊന്നും ചോദിച്ച് കുഞ്ഞിനെ പിടിച്ച് കയറ്റി വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി ലിക്വിഡ് കവളിന് കുത്തിപ്പിടിച്ച് കൊടുത്തതിന് ശേഷം നല്ല ക്രൂരമായി മർദ്ദിച്ച് കുഞ്ഞ് ആവശ്യനിലയിലാണ് വീട്ടിൽ വരുന്നത്. 1 മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ 4 പാടും തിരക്കിയപ്പോൾ കുഞ്ഞ് അയലത്തെ വീട്ടിൻ്റെ സൈഡിൽ കിടന്ന് അങ്ങനെ കുഞ്ഞിനെ കാണുന്നത്. കുഞ്ഞിന് ശരിക്കും കുഞ്ഞിനെ പെരുമാറിയമാർ. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഈ നാട്ടിൽ നടമാടുന്നത് കേൾക്കുമ്പോൾ അമ്പരപ്പുണ്ട്. കുറ്റകൃത്യങ്ങൾ അനുദിനം വരുന്ന മുറയ്ക്ക് അവിടെ നിന്നും മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അടൂരിലാണ് സംഭവം. ഈ കുരുന്നിനോട് ഇത്ര ക്രൂരത കാട്ടിയതിന് പിന്നിൽ എന്താണ്? രക്ഷിതാവിന്റെ പരാതി വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. നടന്ന സംഭവം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പരാതി പ്രകാരം പറയുന്നത് 7ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ വീടിന് സമീപത്തു നിന്നും ഏതാനും ആളുകൾ ചേർന്ന് ബലമായി വാഹനത്തിൽ കയറ്റുകയും പിന്നീട് വായിലേക്ക് മദ്യം ഒഴിച്ച് കൊടുത്ത ശേഷം മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് രാത്രി വൈകി 9 മണിയോടുകൂടി വീടിന് സമീപത്ത് തന്നെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് രക്ഷിതാവ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ നിജസ്ഥിതി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇന്നലെ രാത്രി തന്നെ ബന്ധുക്കൾ കുട്ടിയെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് അവിടെ നിന്നും വിടുതൽ നേടിയ ശേഷം വിശദമായ മൊഴി കുട്ടിയുടേത് രേഖപ്പെടുത്തി വരികയാണ്. യഥാർത്ഥ സംഭവം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ പരാതിക്കാരനായ അല്ലെങ്കിൽ മർദ്ദനത്തിനിരയായി എന്ന് പറയുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സഹോദരൻ +1 വിദ്യാർത്ഥിയാണ്. സ്കൂൾ തലത്തിൽ സഹപാഠികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ വിഷയം ക്ലാസ് മുറിയിൽ അധ്യാപകർ തന്നെ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിനുശേഷമാണ് +1 വിദ്യാർത്ഥിയെ തേടി സഹപാഠികളും സുഹൃത്തുക്കളായ ചിലരും ഇന്നലെ വീടിന് സമീപം എത്തുകയും ഇളയ +1 വിദ്യാർത്ഥിയെ കിട്ടാത്തതിനെ തുടർന്ന് സഹോദരനായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തട്ടിക്കൊണ്ടുപോയി മദ്യം വായിലൊഴിച്ച ശേഷം മർദ്ദിച്ചു എന്ന പരാതിയുമായി കുടുംബം എത്തുന്നത്.